ഹലോ, ഇന്ന് നമുക്ക് 3 വെറൈറ്റി ചിക്കൻ റെസിപ്പികൾ ഉണ്ടാക്കാം. ഇഫ്താറിനൊക്കെ വിളമ്പാൻ പറ്റിയ 3 വെറൈറ്റി റെസിപ്പികളാണിത്. അപ്പോൾ ഞാനിന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബട്ടർ ചിക്കൻ, ചിക്കൻ ഗീ റോസ്റ്റ്, പിന്നെ ചിക്കൻ പോപ്കോൺ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളാണ് കേട്ടോ ഇവയെല്ലാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലെഗ് പീസ് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ പുളിയുള്ള തൈരാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് ചേർക്കാം. അപ്പോൾ നമ്മൾ നല്ല പുളിയുള്ള തൈരാണ് എടുത്തെങ്കിൽ പിന്നെ നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഞാനിവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളൊരു മസാലപ്പൊടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 8 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി റെഡ് ചില്ലി ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇവ എല്ലാം ഇട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് മസാല ഉണ്ടാക്കിയിട്ട് ഗീ റോസ്റ്റ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് സ്പെഷ്യൽ ആവാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം വാളൻപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഗീ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നെയ്യിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര വെക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ശർക്കരയും വാളംപുളിയൊക്കെ ചേർത്തിട്ട് നല്ല വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ തൈരൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈരൊക്കെ ചേർത്തോണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ചിക്കൻ ഗീ റോസ്റ്റ്. ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് തുറന്ന് വെച്ചാണ് കേട്ടോ കുക്ക് ചെയ്യുക, അടച്ച് വെച്ചിട്ടല്ല കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്ന് നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് വെന്തോളും. പിന്നെ 10 മിനിറ്റിന് ശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ മൊത്തം ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് നല്ല പോലെ വെന്ത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ചിക്കനിലെ വെള്ളമെല്ലാം വറ്റിച്ചിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ചിക്കൻ ഗീ റോസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോപ്കോൺ ചിക്കനാണ്. അപ്പോൾ KFC സ്റ്റൈലുള്ള പോപ്കോൺ ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 300 ഗ്രാമാണ് കേട്ടോ. നമ്മൾ എല്ലോട് കൂടിയ ചിക്കൻ ഇതിലേക്ക് എടുക്കാൻ പറ്റില്ല, എല്ലില്ലാത്ത ചിക്കനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത്. പിന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുട്ട ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് ഈ ചിക്കൻ പോപ്കോൺ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടിങ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പോളം മൈദ ഉണ്ടാവും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിൽ നിന്ന് ഓരോ ചിക്കൻ എടുത്തിട്ട് ഈ മൈദയിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല പോലെ കോട്ട് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ള പൊടിയൊക്കെ തട്ടിക്കളയണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചിക്കന് നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. പിന്നെ നമ്മളിത് കോട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടിങ്ങൊക്കെ ഇളകി പോകും.
അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. എന്നാൽ മാത്രമേ ചിക്കൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോട്ടിങ്ങൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറാവുന്നത് വരെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കനാണ് പോപ്കോൺ ചിക്കൻ. പുറമെ മാത്രമാണ് കേട്ടോ നല്ല ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റുമാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് അകത്തിരിക്കുന്നത്. ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ പോപ്കോൺ ചിക്കൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി റെസിപ്പി തന്നെയാണ് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോണോട് കൂടിയ ചിക്കൻ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ 300 ഗ്രാം ചിക്കൻ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്, നല്ല പോലെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ചിക്കനൊക്കെ കുറേ സമയം റെസ്റ്റ് ചെയ്ത് വെച്ചാലാണ് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് 15 മിനിറ്റ് നേരമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബട്ടർ ചിക്കൻ ആണല്ലോ, അതുകൊണ്ട് ബട്ടർ ചേർത്തേ പറ്റൂ. അപ്പോൾ ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടറൊക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് 10 കാഷ്നട്ടാണ് കേട്ടോ. അപ്പോൾ കാഷ്നട്ടൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുക. അപ്പോൾ കാഷ്നട്ടും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നത്. സാധാരണ കളറാണ് എല്ലാവരും ചേർക്കാറുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ചെറിയ ജീരകം ഇട്ടെടുത്താലും മതി. പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി നല്ല പോലെ വെന്തുടയണം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ നല്ല റെഡ് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാശ്മീരി റെഡ് ചില്ലി പൗഡറും അതുപോലെ നല്ല പഴുത്ത തക്കാളിയും ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാണ് കേട്ടോ ചൂടാക്കിയിട്ടുള്ളത്. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലാതെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടാണ് ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അരിച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആൾറെഡി സവാളയും തക്കാളിയൊക്കെ എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നാലും നമ്മളിനി ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ ടേസ്റ്റൊക്കെ വേണം ബട്ടർ ചിക്കനൊക്കെ ആവുമ്പോൾ. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗ്രേവിയുടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മളത് തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചിക്കനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ് വേണം കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ തന്നെയാണ് ഈ ഗ്രേവിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടുക. എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇവിടെ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. കയ്യിൽ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഫ്രഷ് ക്രീമും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർത്താലാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല ബട്ടർ ചിക്കൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് കറി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പോലെ തിക്കായി കഴിഞ്ഞാൽ തണുക്കുമ്പോൾ അതൊന്നും കൂടെ തിക്കാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നല്ല അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 3 വെറൈറ്റി ചിക്കൻ റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ ഇഫ്താർ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.